Let me drive to the left. ഒന്ന് ആലോചിച്ച് നോക്കണം, വിവരം ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇവള് ഒരുങ്ങി എന്തോ ഒരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്കും അതിൽ വന്ന കമന്റ്, ഒരുങ്ങിയല്ലടാ ഫോട്ടോ ഇട്ടപ്പോൾ വന്ന കമന്റ്. സോ ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. അങ്ങനെ അവസാനം നമ്മുടെ കെ ഫാമിലിയിൽ അഹാന കൃഷ്ണ, ഹൻസിക കൃഷ്ണ, ദിയ കൃഷ്ണ ഏറിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ മഞ്ജു പിള്ള ആൻഡ് ഡോട്ടർ പേർ ഏറിൽ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതായത് ഇന്നലെയാണെങ്കിൽ നമ്മളെ സ്വന്തം മഞ്ജു പിള്ളയുടെ മകളായിട്ടുള്ള ദയാ സുജിത്ത് എന്ന് പറഞ്ഞ ഈ ഒരു ചേച്ചി ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒരേ സമയം റീല് സംഭവങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതായത് ഒരു ട്രാൻസിഷൻ റീൽ, അതായത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, അതായത് ഒരുങ്ങാതൊക്കെ ഇരുന്നിട്ട് കൈ ഇങ്ങനെ മാറ്റാൻ നേരം ഭയങ്കരമായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്ന ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ ഈ ചേച്ചി ഈ ഒരു സോഷ്യൽ മീഡിയ വന്നിട്ട് റീൽ ക്രിയേറ്റർ എന്ന രീതിയിൽ ഇതേപോലുള്ള നിരവധി വീഡിയോസ് സോഷ്യൽ മീഡിയകളിൽ ഇടാറുണ്ട്. അത് നല്ല രീതിക്ക് വൈറലാവാറുമുണ്ട്. പക്ഷേ ഈ വീഡിയോ കുറേ കൂടി ഒരു വിവാദത്തിലോട്ട് ഇറങ്ങി ചെല്ലുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം മില്യൺസ് ഓഫ് വ്യൂസ് ആണ് ഈ ഒരു വീഡിയോയ്ക്ക് കിട്ടിയിട്ടുള്ളത്. കൂടാതെ ഇപ്പോഴും വ്യൂ കയറി തന്നെയാണ് ഈ ഒരു വീഡിയോ മുൻപിലോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്രത്തോളം വിവാദമാണ് കമന്റ് ബോക്സിൽ വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി കാരണം നമ്മുടെ മഞ്ജു പിള്ളയ്ക്ക് മിറുക്കപ്പുറത്ത് ഇല്ല. കാരണം ആ ഒരു ചേച്ചിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മഞ്ജു ചേച്ചി ചോദിക്കാൻ ഇറങ്ങും. കാരണം നേരത്തെയുള്ള ഇന്റർവ്യൂസിലൊക്കെ മഞ്ജു ചേച്ചി വന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, പക്ഷെ എൻ്റെ വീട്ടുകാരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സഹിക്കത്തില്ലെന്ന്. പക്ഷേ ഈ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയാനുള്ള ഒരു കാര്യം ഓരോരുത്തർക്കും ഉണ്ട്. അവരുടെ എന്തോ പറയുന്നത്, അവർക്ക് എന്ത് ഡ്രസ്സ് ഇടണം എന്നൊക്കെ അവർക്കറിയാം. അതുകൂടാതെ ഇവരുടെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ റീൽ ക്രിയേറ്റർ ആണ് ഇവരുടെ സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേകൂട്ട് തന്നെ ഇവർ എന്ത് രീതിയിലുള്ള കണ്ടന്റാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ ട്രാൻസിഷൻ റീലും ആയ സംഭവങ്ങളൊക്കെയാണ്. ഈ ചേച്ചി മാത്രമല്ല നിരവധി ആളുകൾ ഈ ഇതേകൂട്ടുള്ള ട്രാൻസിഷൻ റീലും സംഭവങ്ങളും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. പക്ഷേ ഇത് മാത്രമേ വിവാദമായിട്ടുള്ളൂ. കാരണം എന്ന് പറയുമ്പോൾ അത്യാവശ്യം കണ്ണുകടി തന്നെ. കാരണം ഈ ഒരു മഞ്ജു പിള്ള എന്ന് പറഞ്ഞൊരു ചേച്ചിയും പിന്നെ നമ്മുടെ സ്വന്തം ദയ സുജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയും അമ്മയും മകളും എന്നതിൽ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു സഹോദരിമാരെങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത്. ആദ്യം തന്നെ അവിവാദമായിട്ടുള്ള റീല് നമുക്കൊന്ന് കാണാം. അതിനുശേഷം നമുക്ക് മഞ്ജു പിള്ള എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി ഇന്റർവ്യൂസ് കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് കാണണം. എന്തായാലും ആ റീലൊന്ന് കാണാം. Let me drive to the left, to the right, to the left, to the right, to the left, to the right. അതെ, അപ്പൊ ഇതാണ് വിവാദമായിട്ട് നിൽക്കുന്ന ഈ റീൽ. ഈ റീലിന് താഴെ ഇഷ്ടംപോലെ നിരവധി കമന്റ്സുകളാണ് തെറി വിളിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയും നാളെ ഏറിൽ നിന്നിട്ടുള്ളത് നമ്മുടെ കെ ഫാമിലി ആയിരുന്നെങ്കിൽ ഇപ്പൊ അവർ ചെറുതായിട്ട് ഏറിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി നിന്നപ്പോഴാണ് നമ്മുടെ മഞ്ജു പിള്ള ആൻഡ് ചേച്ചി അങ്ങോട്ട് ഏറിലോട്ട് കയറിയിരിക്കുന്നത്. പക്ഷെ മഞ്ജു പിള്ള എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി നേരത്തെ ഇന്റർവ്യൂസിലും സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകളെ പറ്റിയൊക്കെ പറയുന്നത് എനിക്ക് അത്രയും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ആരൊക്കെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെയൊക്കെ കമന്റ് അയക്കുന്നവന്മാരെ തപ്പി പിടിക്കുമെന്നാണ് മഞ്ജു പിള്ള പറഞ്ഞിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് പോകാം. അതിന് മുമ്പേ ഇതിനകത്തോട്ട് വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് നമുക്കൊന്ന് വായിക്കാം. മഞ്ജു പിള്ളയെ കുറിച്ച് റെസ്പെക്ട് ഉണ്ടായിരുന്നു, അത് പോയി കിട്ടി. പീസ് ഓഫ് ആർട്ട് ബൈ മഞ്ജു പിള്ള. കാണുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നുന്നു. ഇനി സപ്പോർട്ടായിട്ടുള്ളൊരു കമന്റ് ആണ്, നിങ്ങളുടെ പ്രശ്നം എന്താണ്? അവരുടെ ജീവിതം അവരുടെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കുന്നു. നിങ്ങളുടെ ജീവിതം നയിക്കുക. കാണാൻ കഴിയുന്നില്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് പോകുക. പക്ഷേ എല്ലാ കാര്യത്തിലും ഇത് ആപ്ലിക്കബിൾ അല്ല. പക്ഷേ എങ്കിൽ പോലും ഇവിടെ ഈ കാര്യം പറഞ്ഞത് 100% സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരു മോഡൽ ലൈഫാണ് ഇവർ കഴിഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആക്ട്രസ് ഒക്കെ ആണല്ലോ ഇവർ അമ്മ. അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞു, ഈ റീൽ ക്രിയേഷൻ സംഭവങ്ങളൊക്കെ താല്പര്യം കാണും, അഭിനയ സംഭവങ്ങളൊക്കെ താല്പര്യം കാണും. അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കുറേ ഓഡിയൻസിനെ കൂടെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള റീലുകളും സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ അത് കാണാൻ പറ്റാത്തവർ തീർച്ചയായിട്ടും സ്ക്രോൾ ചെയ്ത് പോവുക തന്നെയാണ് വേണ്ടത്. ഇനിയിപ്പോൾ നമ്മളെ മഞ്ജു പിള്ള ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും അതൊന്ന് നമുക്കത് കേട്ട് നോക്കാം. ഇവള് ഒരുങ്ങി എന്തോ ഒരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്കും അതിൽ വന്ന കമന്റ്, ഒരുങ്ങിയല്ലടാ ഫോട്ടോ ഇട്ടപ്പോൾ വന്ന കമന്റ്, മഞ്ജു പിള്ളയുടെ അത്ര സൗന്ദര്യമൊന്നും നിനക്കില്ല, അത് കണ്ട് നിഗളിക്കണ്ട എന്നുള്ള രീതിയിൽ. സത്യമാണ്. അപ്പൊ അവള് പറഞ്ഞ് ഷീസ് ഗോഡസ്. അത് ശരിക്കും അങ്ങനല്ലേ? ഷീസ് ഗോഡസ്, എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് അവള് തിരിച്ച് മറുപടി ഇട്ടു. എന്തൊരു വിവരമില്ലായ്മയാണ് ആ പറയുന്നത്. അവളെക്കാട്ടിൽ ഹേർട്ട് ചെയ്യുക എന്നെയല്ലേ? ഞാൻ സുന്ദരിയാണെന്ന് പറയുമ്പോൾ എനിക്ക് എന്താ അവൻ്റെ അടുത്ത് ആരാധന തോന്നുന്നു? പറയുന്നവൻ്റെ അടുത്ത് കൈ കിട്ടി അവനെ തല്ലി ഞാൻ കാലൊടിക്കട്ടെ കൊച്ചിനെ പറയുന്നോടാന്ന് ചോദിച്ചു.
സ്റ്റിൽ അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം തന്നെയാണ് മഞ്ജു പിള്ള എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി ഇന്റർവ്യൂ വഴി പറഞ്ഞിട്ടുള്ളത്. അതായത് സ്വന്തം മോളെയും അതേപോലെ തന്നെ അമ്മയും കമ്പയർ ചെയ്യുമ്പോൾ ചിലവരുണ്ട്, അതായത് ഈ ഒരു അമ്മ എന്തോ പറയുന്നത് മോളെക്കാൾ സുന്ദരിയാണെന്ന് പറയുമ്പോൾ അങ്ങ് പൊങ്ങി എന്തോ പറയുന്നത്, അങ്ങ് തലയൊക്കെ ഫാനി തട്ടാറായി നിൽക്കുന്ന ചിലവരുണ്ട്. പക്ഷെ ഇവിടെ മഞ്ജു പിള്ള എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വിട്ട് തന്നെ സിസ്റ്റേഴ്സിനെ പോലെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തോ പറയുന്നത് അമ്മ ആ ഒരു രീതിയിലുള്ള സ്ട്രിക്റ്റ് സംഭവങ്ങളൊന്നും ആയിട്ടല്ലേ നിൽക്കുന്ന, ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ് ഇവർ രണ്ടുപേരും നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം മകളെക്കാൾ സുന്ദരി അമ്മയാണ്, മകളെ കാണാൻ കൊള്ളത്തില്ല എന്നൊരു രീതിയിൽ കളർ ഡിസ്ക്രിമിനേഷൻ സംഭവങ്ങളൊക്കെ നടത്തി കഴിയുമ്പോൾ ഉറപ്പായിട്ടും അമ്മമാർക്ക് ദേഷ്യം വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ കുറേ കമന്റ് അയച്ച ആളുകളെ എല്ലാവരെയും മഞ്ജു പിള്ള തൂക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് തുടർന്ന് മഞ്ജു പിള്ള പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓവറായിട്ട് പേഴ്സണൽ ലൈഫിൽ കയറി ഇന്ന് അറ്റാക്ക് ചെയ്യുന്നതിനോട് നമുക്ക് യാതൊരു ഇതും ഇല്ല. അതായത് ഒരാൾ അവരുടെ ഇഷ്ടമാണ് സോഷ്യൽ മീഡിയ വന്ന് എങ്ങനത്തെ റീൽ ഇടണമെന്ന്, പക്ഷെ അത് ഓവറായി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയ്ക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. അതേ ഒരു എക്സാമ്പിൾ തന്നെയാണ് രേണുചുതി എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയൊക്കെ നമ്മൾ നേരത്തെ റിയാക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ അതിനെതിരെ സംസാരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നമ്മളതിപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് അവരുടെ ഇഷ്ടമുള്ള റീൽസ് ഇട്ടതിന് ശേഷം അവർക്ക് നെഗറ്റീവ് കമൻസ് സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഉറപ്പായിട്ട് റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. അതേ ഒരു സംഭവം തന്നെയാണ് ഇവിടെ നമ്മുടെ ദയാ സുജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചേച്ചിയുടെ ലൈഫിൽ നടന്നിട്ടുള്ളത്. എന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടെ മഞ്ജു പിള്ള എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതും കൂടെ കേട്ട് നോക്കാം. ജാനിയെ പറയുമ്പോഴാണ് ഏറ്റവും ട്രിഗർ ആവുന്നത് അല്ലേ? അത് ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു എൻ്റെ മോളെ കുറിച്ച് മോശം ഒരു സംഭവം എഴുതി. എനിക്ക് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന നല്ല കുറേ ആൾക്കാരുണ്ട്. ഐ മീൻ നല്ല റീൽസും നല്ല ഇത് ഇടുന്ന കുറേ ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം. എനിക്ക് കോണ്ടാക്ട്സിലും ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്. കാരണം ചില സമയത്തൊക്കെ എടുക്കുന്ന റീലും ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരുന്നതുണ്ട്. ഞാൻ നേരെ അവന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു അക്കൗണ്ട് കിട്ടിയിട്ടുണ്ട് ആരാന്ന് പറഞ്ഞു. അവന്മാരെല്ലാം കൂടെ തപ്പി എടുത്തു. ചേച്ചി ഞങ്ങളുടെ ഗ്യാങ്ങിലില്ല. തപ്പി എടുത്തപ്പം അവൻ ആഫ്രിക്കയിലുള്ള ഒരുത്തനാണ്, മലയാളി. അവൻ അവിടെ ഇരുന്ന് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇട്ടിരിക്കും. അവൻ തപ്പി എടുത്തു. അങ്ങനെ പലവരും ഉണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ. അതായത് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവർക്കും വരുന്നൊരു സംഭവം തന്നെയാണ് ചേച്ചി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് നല്ല എന്തെങ്കിലും സംഭവങ്ങൾ അല്ലെങ്കിൽ നല്ലൊരു ടോപ്പിക്ക് സോഷ്യൽ മീഡിയ കൊടുത്താൽ പോലും അതിനകത്ത് നെഗറ്റീവ് അടിക്കാൻ കുറേ ആളുകളുള്ള സമയത്താണ് നമ്മൾ എന്തെങ്കിലും ഇതേയിട്ടുള്ള റീൽ സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ അതിൽ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നത്. അത് നമ്മൾ എന്തൊക്കെ പയ്യാഴ്ച കഴിഞ്ഞാലും എന്തൊക്കെ തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ആൾക്കാർ അയച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതിൻ്റെ ഒരു ഉത്തമ എക്സാമ്പിൾ തന്നെയാണ് ചേച്ചി ഇട്ടിട്ടുള്ള റീലിന് താഴെ വന്നിട്ടുള്ള കമൻറ്റ് മാത്രം നിങ്ങളൊന്ന് നോക്കിയാൽ മതി. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ അറ്റാക്ക് തന്നെയാണ് അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനും ഒരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയുമായിട്ട് ഇതുവരെ മഞ്ജു പിള്ളയോ അല്ലെങ്കിൽ ദയാ സുജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയോ രംഗത്ത് വന്ന് പറഞ്ഞിട്ടില്ല. ഒരു ക്ലാരിറ്റി കൊടുത്താൽ മാത്രമേ ഇനിയെങ്കിലും കുറച്ച് നെഗറ്റീവ് കമന്റ്സിൽ നിന്ന് ഇവർ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റത്തുള്ളൂ. അതെന്തായാലും മനസ്സിലാക്കി ഒരു ക്ലാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കൊള്ളാം. എന്നാലും ബാക്കി കേട്ടോക്കെ. അപ്പം അന്ന് ഞാനൊരു ഇതിൽ പറഞ്ഞു, നിങ്ങൾ എന്നെ പറഞ്ഞോ, എൻ്റെ പ്രൊഫഷൻ പറഞ്ഞോ, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ, എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷെ എൻ്റെ കുടുംബത്തെ കയറി കളിച്ചാൽ, എൻ്റെ ഫാമിലി, എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും പൂട്ടുമെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഇതാവുന്നതല്ല, ഞാൻ എല്ലാത്തിനും പൂട്ടുമെന്ന് പറഞ്ഞു. ഞാൻ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യും, ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കംപ്ലൈൻറ്റ് എല്ലാത്തിനെയും ഞാൻ പൂട്ടുമെന്ന് പറഞ്ഞു. എല്ലാത്തിനെയും പൂട്ടും തന്നെയാണ് മഞ്ജു ചേച്ചി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ ഒരു കമൻറ്റ്, അതായത് ഈ ചേച്ചി റീലിട്ടതിൻ്റെ താഴെയുള്ള എത്ര പേരെ പൂട്ടുമെന്ന് നമുക്കറിയണം. കാരണം ആയിരക്കണക്കിന് കമൻറ്റാണ് വന്നിട്ടുള്ളത്. ഇതിനോടകം തന്നെ യൂട്യൂബിൽ 1.4 മില്യൺ വ്യൂസ് ആണ് ഈ ഒരു ഷോർട്സിന് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ റീൽ എന്ന് പറഞ്ഞാൽ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. മില്യൺസ് ഓഫ് വ്യൂസ് കടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും 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 റീച്ച് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴെ വരുന്ന കമൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം തെറിവിളികളാണ് എന്തുവാണ് ഇയാൾ കാണിക്കുന്നത് എന്നൊക്കെയാണ് വരുന്നത്. അതായത് ചേച്ചിയാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കൊണ്ട് ഈ ഒരു സോഷ്യൽ മീഡിയ മോഡൽ എന്നൊരു രീതി വന്നിട്ട് എന്തോ പറഞ്ഞ ഇതേട്ടുള്ള ട്രാൻസ്ജെൻഡർ റീൽ സംഭവങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ ഈ ഒരു മഞ്ജു പിള്ള എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി മകളെ പറ്റി ഇത്രയും കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വന്ന് മോഡൽ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുറേ ആൾക്കാർക്ക് എതിർപ്പുണ്ട്. അതായത് ഏജിലൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരൊക്കെ കുറ്റം പറയുക തന്നെ ചെയ്യും. അതൊക്കെ മനസ്സിലാക്കി ഇതിനൊരു ക്ലാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കൊള്ളാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ സിസ്റ്റേഴ്സിനെ പോലെ തന്നെയാണ് മഞ്ജു പിള്ളയും അതേപോലെ തന്നെ അതൊരു ദിയ സുജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി നടക്കുന്നത്. എന്തായാലും ആ റീലും കൂടെ നമുക്ക് കാണാം. വെൻ സംവൺ ആസ്ക് ഇഫ് ഷീ ഈസ് my sister instead of my mother. എന്തായാലും കണ്ടു നോക്കാം. നോക്കിക്കോണം എന്തൊരു വൈബാണ് കേട്ടോ. അവരുടെ വൈബ് ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം വിവാദമായിട്ടുള്ളത്. അതായത് കൂടുതലായിട്ടും ആൾക്കാർ പറയുന്നതെന്ന് പറയുമ്പോൾ അമ്മ നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നിട്ട് മകൾക്ക് പറയണം, തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. അല്ലാതെ അവർ കാണിക്കുന്നതിനൊപ്പം തുള്ളിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇങ്ങനെയൊക്കെ നടക്കുന്ന സൈബർ അറ്റാക്ക് സംഭവങ്ങളൊക്കെ വരുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് എങ്ങനെ പ്രതികരിക്കാതിരിക്കും? കാരണം സോഷ്യൽ മീഡിയയിലുള്ള ആൾ ചുമ്മാ വലിച്ചു കീറുന്നതും യഥാർത്ഥത്തിൽ സത്യം ഒരു എന്തോ കാര്യമായിട്ടുള്ള കാര്യത്തിന് വലിച്ചു കീറുന്നതും തമ്മിൽ എന്തോ എൻ്റെ ഡിഫറൻസ് ഉണ്ട്. രണ്ട് തരത്തിലുള്ള ഓഡിയൻസ് ആണ് ഈ ഒരു വീഡിയോ ഒക്കെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. ഒരു ഭാഗം ആൾക്കാർ ഇതൊക്കെ മനസ്സിലാക്കി
അല്ലെങ്കിൽ ജസ്റ്റ് ട്രാൻസിഷൻ റീൽ എന്ന രീതി മാത്രം എടുത്തിട്ടുള്ള ആളുകളുമുണ്ട്. ഒരു സൈഡിൽ വന്നിട്ട് ഇത്രയും വലിയ ഫെയിമിൽ നിൽക്കുന്ന മഞ്ജു പിള്ളയുടെ മകൾക്ക് റീൽ ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. രണ്ടുപേർക്ക് രണ്ട് കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ പെടുന്നില്ല, സപ്പോർട്ടും ചെയ്യുന്നില്ല, കുറ്റവും പറയുന്നില്ല. ഇനി നിങ്ങളുടെ ആവശ്യമാണ്, അതായത് നമ്മളുടെ വീഡിയോ കാണുന്ന നിരവധി ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഇതിനെ തുടർന്നിട്ടുള്ളത് താഴെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുക തന്നെ വേണം. എന്തായാലും ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തൊക്കെ, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഹൈപ്പും ചെയ്തൊക്കെ. അപ്പോൾ ഇതൊന്ന് കണ്ടപ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നി. അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കായിട്ടാണ്, കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ, ഞാൻ സ്ട്രേറ്റ് പോകാം. അടുത്ത നല്ലൊരു ടോപ്പിക്കായിട്ടാണ്. എല്ലാവർക്കും ബൈ.